പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് പൂർവികരോട് പറഞ്ഞിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഫോശ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക. പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴിക്ക് വച്ച് തന്നെ വേഗം രമ്യപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലി കാശും കൊടുത്ത് വീട്ടുവോളം നീ അവിടെ നിന്നും പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓരോ വാക്കുകളും മറ്റുള്ളവരെ മുറിപ്പെടുത്താത്തതായിരിക്കട്ടെ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതായിരിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സൗഹൃദ ബന്ധവും നമ്മുടെ ബന്ധുക്കളുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം നമ്മൾക്ക് നേരായ വണ്ണം നിലനിർത്തിക്കൊണ്ടു പോകുവാനായിട്ട് സാധിക്കും. അങ്ങനെയാകുമ്പോൾ എവിടെയാണോ സ്നേഹം നിലനിൽക്കുന്നത് അവിടെ സ്വർഗം നമ്മൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.